നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടലും അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കലുമൊക്കെയാണ് മോദി സർക്കാർ ചെയ്തു വരുന്നത്. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ മോദിയുടെ വാക്കുകളിൽ എങ്ങും പ്രകടമാണ്. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും. കഴിഞ്ഞ ദിവസം മോദി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിരുന്നു. മുസ്ലിം വിഭാഗത്തെ കൂടുതൽ കുട്ടികളുള്ളവരെന്നും നുഴഞ്ഞുകയറ്റക്കാരാണെന്നുമാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. എന്നാൽ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണുകയും അവരിലേക്ക് വർഗീയത ഇൻജക്ട് ചെയ്യാനും ശ്രമിച്ച മോദിക്ക് പക്ഷേ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടത്തിയ റാലിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം. പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്നത്. ഇതിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും. രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന തോന്നലാണ് മോദിയുടെ വർഗീയ പരാമർശത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതിനെതിരെ രംഗത്തു വന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ പദവിയുടെ അന്തസ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ വഴിതെറ്റിയില്ലെന്നും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉണ്ടായ നിരാശ മൂലം മോദിയുടെ നുണകളുടെ നിലവാരം കുറയുകയാണെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. ഭയം നിമിത്തം പ്രശ്നങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. രാജ്യം തൊഴിലിനും കുടുംബത്തിനും ഭാവിക്കും വേണ്ടിയാണ് വോട്ട് ചെയ്യുകയെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. മോദി ഇന്നും മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും ധാരാളം കുട്ടികളുള്ള ആളുകളാണെന്നുമാണ് വിളിച്ചത്. 2002 മുതൽ ഇന്നുവരെ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് വോട്ട് നേടുക എന്നത് മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോട് പ്രതികരിച്ച് AIMIM പ്രസിഡന്റ് അസദുദ്ദീൻ ഉവൈസി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി വീണ്ടും കള്ളപ്രചരണങ്ങളുമായി രംഗത്തെത്തുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി അബദ്ധത്തിൽ പോലും സത്യം പറയില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത്. 2006 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ചർച്ചയിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ന്യൂനപക്ഷങ്ങളെയും SC ST വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്നതിൽ ഊന്നൽ നൽകണമെന്നും വികസനത്തിന്റെ ഗുണം അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവർക്കാണ് പ്രഥമ അവകാശമെന്നും പറഞ്ഞിരുന്നു. ഇതിനെയാണ് മോദി വളച്ചൊടിച്ച് വിഭാഗീയമായി ചിത്രീകരിച്ചത്.